ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽവേസ് ബൈ മുതൽ. സോ ഇപ്പോൾ ഞാൻ കന്യാകുമാരിയിലാണ്. ഇന്ന് കന്യാകുമാരിയുടെ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. എൻ്റെ കൂടെ ഗോവിന്ദും ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെ കന്യാകുമാരിയിൽ എത്തി എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് വരൂ. എന്നിട്ട് നമുക്ക് കന്യാകുമാരി ഫുൾ കാണാം. കാണിക്കാം, സറൗണ്ടിങ്ങും കാണിക്കാം. അത് നിനക്ക് എങ്ങനെ വേണോ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. സോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ കന്യാകുമാരിയിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ആക്കുളം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ബൈപ്പാസ് റോഡിലേക്ക് ചേരുന്നത്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആക്കുളം കായലാണ്. ആക്കുളം ലേക്കാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ആണ്. പലതരം ആക്ടിവിറ്റീസും സ്വിമ്മിംഗ് പൂൾ, അതുപോലെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് സോൺ പോലൊരു സ്ഥലമാണ് ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ്. അങ്ങനെ നമ്മൾ NH66 കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ആക്കുളം ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയാണ്. നമ്മൾ നേരത്തെ കണ്ട ആക്കുളം ലേക്ക് തന്നെയാണിത്. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് ട്രിവാൻഡ്രം ലുലു മോളുടെ സൈഡിലോട്ടാണ്. ആ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ട്രിവാൻഡ്രം ലുലു മോൾ. അപ്പോൾ നമുക്കിനി ആ വഴി പോവാം. ഇതാണ് ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ലുലു മോൾ. ഇവിടുത്തെ ഏറ്റവും ലാർജസ്റ്റ് മോൾ. കേരളത്തിലെ ലാർജസ്റ്റ് മോളാണെന്ന് തോന്നുന്നു, പക്ഷെ ഇന്ത്യയിലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് മാറിയും തോന്നുന്നു. അപ്പോൾ ഇതിലെ സ്ട്രെയിറ്റ് ആയിട്ട് പോകണം തമിഴ്നാട് ബോർഡർ വരെ. അങ്ങനെ നമ്മൾ കുറേ നേരമായിട്ട് ഈ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ചും കൂടെ ഡിസ്റ്റൻസ് കഴിയുമ്പോൾ നമുക്ക് ബോർഡറിലെത്താൻ സാധിക്കും. അപ്പോൾ ഈ NH ഫുൾ കോൺക്രീറ്റ് റോഡുകളാണ്. രണ്ട് സൈഡിലായിട്ട് ഫുൾ മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ജംഗ്ഷൻസിൽ നമ്മൾ എത്തുകയും ചെയ്യും. അപ്പം ഒരു രീതി പറഞ്ഞാൽ ബോറടിച്ച് പോകാൻ തന്നെ പറയാം. അല്ലെങ്കിൽ കാഴ്ചകൾ കണ്ടുകൊണ്ടുപോകാം. പക്ഷെ വലിയ രീതിയിൽ കാഴ്ചകളൊന്നുമില്ല. ഈ രണ്ട് സൈഡിൽ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഫുൾ മരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ ബോർഡറിലെത്തി. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഡീവിയേഷൻ എടുക്കണം. അങ്ങനെ നമ്മൾ ബോർഡറിലെത്തി. അതുകൊണ്ട് സൈൻ ബോർഡ് കാണാം, വെൽക്കം ടു തമിഴ്നാടു. നാഗർകോവിൽ 40 കിലോമീറ്റേഴ്സ്, കന്യാകുമാരി 56. ഇനി 56 കിലോമീറ്റർ കൊണ്ട് നമുക്ക് പോകാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിവിടെ ബോർഡർ ഇവിടെ വരെ ഉള്ളൂ. തമിഴ്നാടിൻ്റെ സൈഡിലോട്ട് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ U-ടേൺ ഇനി എടുത്തിട്ട് വേണം, U-ടേൺ എടുത്ത് മോളിൽ കൂടെ കയറി വേണം ഇനിയും പോകാൻ. അത് നമ്മുടെ പഴയ റൂട്ടിലായിരിക്കും പോകുന്നത്. കണ്ടില്ലേ, കന്യാകുമാരി റൈറ്റ് എടുത്താണ് പോകുന്നത്. ഇത് വന്നായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്ട്രെയിറ്റ് ഈ വഴി കൂടെ തന്നെ പോകുമായിരുന്നു. പക്ഷെ ഇതിപ്പം പഴയ റൂട്ടിലോട്ട് നമ്മൾ കയറും. കളിക്കാവിളിയിലോട്ട് നമ്മളിനി കയറും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒഫീഷ്യലി കേരളം വിട്ടു എന്ന് പറയാൻ പറ്റത്തില്ല. തിരിച്ച് നമ്മൾ കേരളത്തിൽ കൂടെ തന്നെ പോവാണ്. പക്ഷെ എന്നാലും ഈ ഒരു വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് കേരളത്തിൽ കയറും, പിന്നെയും തമിഴ്നാട്ടിൽ കയറും, പിന്നെയും കേരളത്തിൽ കയറും. പിന്നെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ മാറിക്കൊണ്ടിരിക്കും. പിന്നെയാണ് നമ്മൾ അവസാനം കളിക്കാവിളിയിലെത്തി പിന്നെ തമിഴ്നാട്ടിലോട്ട് തന്നെ ഡയറക്റ്റ് കയറുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ രണ്ട് ഭാഷയും കാണാൻ പറ്റും, മലയാളവും തമിഴും കാണാൻ പറ്റും. അതുപോലെ തന്നെ രണ്ട് രജിസ്ട്രേഷനിലെ വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ കൂടുതലും തമിഴ്നാടിൻ്റെ ഓട്ടോകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ കളിക്കാവിളിയിൽ എത്തിയിരിക്കുകയാണ്. ഈ റോഡ് വളരെ മോശമാണ്. വലിയ വലിയ കുഴികളൊക്കെയാണ് ഈ വഴി കൂടെ പോകുമ്പം. ഭയങ്കര പാടാണ്. തിരക്കും അതുകൊണ്ട് തന്നെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുമ്പം തിരിച്ച് തിരുവനന്തപുരം പോവാം. റൈറ്റ് എടുത്താണ് നമ്മളിനി കന്യാകുമാരിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി തമിഴ്നാട്ടിൽ കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ പോവാം.
അങ്ങനെ നമ്മൾ മാർത്താണ്ഡവും കഴിഞ്ഞ് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെ പോയി ഇതാ നാഗർകോവിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ നല്ല മലയൊക്കെ കാണാൻ പറ്റും. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഭാഗമാണ് അതൊക്കെ. വെസ്റ്റേൺ ഗാർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഏരിയ ഒക്കെ തന്നെയാണിത്. നല്ല രസമാണ് ഇതും കണ്ടുകൊണ്ട് നമുക്ക് പോവാം നാഗർകോവിൽ വരെ. നമ്മളിപ്പോൾ തൊട്ടിയോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്ററും കൂടെ ഉണ്ട് നാഗർകോവിലോട്ട്. അപ്പോൾ ഇവിടെ മലകൾ മാത്രമല്ല, നല്ലൊരു കുളവും കാണാൻ പറ്റി നമുക്ക്. സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റി. അതിൻ്റെ ബാക്കിൽ കുറേ മലകളും കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. യെസ്, അങ്ങനെ നമ്മൾ നാഗർകോവിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ലഞ്ചൊന്ന് കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ട് വേണം നമുക്ക് കന്യാകുമാരിയിലേക്ക് പോകാൻ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഹോട്ടൽസ് നോക്കി നടക്കുവാണ്. നമ്മൾ KFC ഇവിടെ സൈഡിൽ കണ്ടായിരുന്നു. അപ്പോൾ KFC കയറി ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുമ്പിലോട്ടൊന്ന് പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിൽ അവിടെ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നാഗർകോവിലിലെ KFC. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ലഞ്ച് ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 12 പീസസ് ഉള്ള ഫ്രൈഡ് ചിക്കൻ, പിന്നെ 2 7-അപ്പും പിന്നെ കുറച്ച് ഡിപ്പുകളും കൂടെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഓർഡർ ചെയ്തത്, നമ്മുടെ ലഞ്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കന്യാകുമാരിയിലേക്ക് പോകാൻ ഇനിയൊരു 20 കിലോമീറ്ററും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ നാഗർകോവിലിൻ്റെ ആ ഒരു മെയിൻ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാഗർകോവിൽ എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടറാണ് ഈ പറയുന്ന നാഗർകോവിൽ. അതുകൊണ്ട് തന്നെ മിക്ക ബ്രാൻഡഡ് ഷോപ്സും നമുക്കിവിടെ കാണാൻ പറ്റും. അഡിഡാസ് ആയാലും, പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ KFC, പിസ്സ ഹട്ട്, അങ്ങനെ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ നമുക്ക് തിരുനെൽവേലിയിൽ പോവാം. ഒരു 76 കിലോമീറ്റർ കൊണ്ടുണ്ട് ഇവിടുന്ന്. നേരെയാണ് നമുക്ക് കന്യാകുമാരിയിലേക്ക് പോകാനുള്ളത്. നമ്മളങ്ങനെ നാഗർകോവിലിൻ്റെ ഔട്ട്സ്കേർട്സിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിനി മുമ്പോട്ട് പോയി സുചീന്ദ്രം എന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ റൈറ്റ് സൈഡിലുള്ളത് ഒരു വലിയ ലേക്കാണ്. അതൊരു ബേർഡ് സാങ്ച്വറി ആണെന്നുള്ളത് നമുക്ക് ഗൂഗിൾ മാപ്സ് നോക്കിയപ്പോൾ അറിയാൻ പറ്റി. ബേർഡ് സാങ്ച്വറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പിലോട്ട് വന്നപ്പോൾ ഈ ഒരു ജംഗ്ഷൻ പോലൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ NHൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ സുചീന്ദ്രത്തിൻ്റെ അകത്തൂടെ നമുക്ക് പോകാൻ പറ്റും. റൈറ്റാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് സുചീന്ദ്രം ബൈപ്പാസ് ആണ്. അപ്പോൾ നമ്മൾ സുചീന്ദ്രം കയറാതെ ഡയറക്റ്റ് കന്യാകുമാരിയിലേക്ക് പോകുന്ന രീതിയിലുള്ളൊരു റോഡാണിത്. ഈ സുചീന്ദ്രത്തിൽ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമുണ്ട്. സുചീന്ദ്രം ശ്രീ തനുമാലയൻ സ്വാമി ക്ഷേത്രമാണത്. അപ്പോൾ ആ ക്ഷേത്രം വളരെ അടുത്താണ് ഇവിടുന്ന്. അപ്പോൾ ഈ ബൈപ്പാസ് റോഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ആ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് 2-3 വഴികളുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് എത്താൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോയി വന്നപ്പോഴേക്കും അത് സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊരു വലിയ മല കാണാം നമുക്ക് ഇവിടുന്ന്. അപ്പോൾ അത് നമ്മളൊന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് മരുന്തുവാഴ് മലയെന്നാണ് ആ മലയുടെ പേര്. മരുന്തുവാഴ് മല എന്നുള്ളതൊരു തമിഴ് പേരാണെങ്കിലും നമ്മൾ മലയാളികൾ അതിനെ മരുത്തുവ മലയെന്നും വിളിക്കും. അപ്പോൾ ഈ മരുന്തുവാഴ് മലയെന്ന് പറഞ്ഞാൽ മെഡിസിൻ ലിവിങ് മൗണ്ടൻ എന്നാണ് അർത്ഥം. സിമ്പിളായിട്ട് പറഞ്ഞാൽ മരുന്നുള്ള ഒരു മലയാണ്. അപ്പോൾ ഈ മരുത്വ മല അല്ലെങ്കിൽ മരുന്തുവാഴ് മല എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് നോക്കിയാൽ നമുക്ക് ഇന്ത്യയുടെ V ഷേപ്പ് കാണാൻ സാധിക്കും. അതായത് എൻഡിങ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 3 കടലും കാണാൻ പറ്റും. നമ്മളുടെ അറേബ്യൻ സീയും ഇന്ത്യൻ ഓഷനും ബേ ഓഫ് ബംഗാളും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അത്യാവശ്യം ഫേമസ് സ്പോട്ടാണത്. അതുപോലെ തന്നെ ഒരു അമ്പലവും ഉണ്ട് മരുത്വ മലയുടെ മുകളിൽ. ഒരു ശിവക്ഷേത്രവും അതുപോലെ തന്നെ ഒരു ഹനുമാൻ ക്ഷേത്രവുമാണത്. ഒരുപാട് ഹിസ്റ്ററി ഉള്ളൊരു മലയാണ് ഈ ഒരു മരുന്തുവാഴ് മല എന്ന് പറയുന്നത്. കാരണം പണ്ട് രാമായണത്തിൽ ഹനുമാൻ സഞ്ജീവനി മലയും കൊണ്ട് തിരിച്ച് ശ്രീലങ്കയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്നും വീണ ഒരു പീസാണ് ഈ ഒരു മലയെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മലയിൽ ഫുൾ മരുന്ന് ചെടികളുള്ളതെന്നും അതുകൊണ്ടാണ് ആ ഒരു പേരും വന്നതെന്നാണ് പറയുന്നത്. എല്ലാം കൊണ്ടൊരു നല്ല ട്രെക്കിംഗ് സ്പോട്ടും കൂടിയാണ്.
ഫൈനലി നമ്മൾ കന്യാകുമാരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആർച്ചാണ് ഇരിക്കുന്നത്, വെൽക്കം ടു കന്യാകുമാരി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു പേയ്മെൻറ്റ് പോലെ എന്തോ കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നു. കന്യാകുമാരിയിലേക്ക് കയറുന്നതിനായി ഇവിടെ കന്യാകുമാരി ടൗൺ പഞ്ചായത്തിൻ്റെ വെഹിക്കിൾ എൻട്രൻസ് ഫീ ഉണ്ട്. 50 രൂപയാണ് ആയിട്ടുള്ളത് ഒരു കാറിന്. നോർത്ത് സ്ട്രീറ്റ് ആണത്. നമ്മളിപ്പോൾ ഒരു നോർത്ത് സ്ട്രീറ്റിലോട്ട് തിരിയുവാണ്. ഗൂഗിൾ മാപ്സ് നോക്കിയപ്പം ബീച്ചിലോട്ട് എത്താൻ പറ്റുന്നൊരു ഷോർട്ട് കട്ടാണെന്ന് കാണിച്ചു. വളരെ ചെറിയൊരു വഴിയാണ്, 2 സൈഡിലും ബിൽഡിങ്സ് ഒക്കെ നിറഞ്ഞ്. അപ്പോൾ നമ്മളങ്ങനെ കന്യാകുമാരി ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാർ പാർക്കിങ്ങിനായി 70 രൂപയാണ് ആയിട്ടുള്ളത്. ഈ 70 രൂപയും നേരത്തെ 50 രൂപയാണ് കൂട്ടി 120 രൂപയാണ് നമുക്ക് കന്യാകുമാരിയിൽ വരാൻ വേണ്ടി ആയത്. അത് ആക്ച്വലി കുറച്ച് കൂടുതലല്ലേ? എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ നമ്മൾ കന്യാകുമാരി ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.